ഹായ് ഓൾ, നമ്മുടെ 150 ഡേ മിഷൻ കാക്കി ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ 1 ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. രാവിലെ നമ്മളപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരത് കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കേരള PSC നടത്തുന്ന ഫോഴ്സിലോട്ടുള്ള എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട്, എല്ലാ യൂണിഫോം ജോബ്സിനും വേണ്ടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് കോഴ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 150 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രീ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ബാക്കി നോട്ട്സും അതുപോലെ തന്നെ റിവിഷൻ മോക്ക് ടെസ്റ്റൊക്കെ നമ്മൾ നടത്തുന്ന ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും. അപ്പോൾ അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറുടെയും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയാണ്. അപ്പോൾ അതിൽ തന്നെ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിലെ എല്ലാ സെക്ഷൻസും നമ്മളിന്ന് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ആണ്. നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആക്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മേജർ ആക്റ്റുകളെന്നും അതുപോലെ തന്നെ മൈനർ ആക്റ്റുകളെന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ മേജർ ആക്ടിൻ്റെ ഹെഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ ലോയാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് IPC ആണ്, അല്ലേ? ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് IPC സെക്ഷൻസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഓൾറെഡി നിലനിന്നിരുന്ന ഒരു ക്രിമിനൽ ലോ ആയിരുന്നു IPC എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് 1860 അപ്പോൾ അത്ര ഒരു പഴയ നിയമം വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേസുകളൊക്കെ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് IPCയെ മാറ്റിക്കൊണ്ട് അതിന് പകരമായിട്ട് നിലവിൽ വന്ന ക്രിമിനൽ ലോയാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് IPC മാറ്റി ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു നിയമം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മോഡേൺ ലോ എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് നിലവിൽ വന്ന നിയമമാണ് BNS എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BNS നിലവിൽ വന്നപ്പോൾ പുതിയൊരു തരം ശിക്ഷ വന്നു. അതിൻ്റെ പേരാണ് കമ്മ്യൂണിറ്റി സർവീസ് അഥവാ സാമൂഹിക സേവനം, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് സാമൂഹിക സേവനം ഒരു ശിക്ഷയായിട്ട് വരുന്നതെന്ന്, അല്ലേ? അപ്പോൾ നമ്മളത് പറയുന്നതിന് മുമ്പ് IPCയിലോട്ട് പോകേണ്ടി വരും. IPCയിൽ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരം ശിക്ഷകൾ IPC പ്രകാരം നമുക്ക് കിട്ടുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് തൂക്ക് ശിക്ഷ അഥവാ വധശിക്ഷ. അതുപോലെ തന്നെ കഠിന തടവുണ്ട്, അതുപോലെ തന്നെ ലഘു തടവുണ്ട്, അതുപോലെ തന്നെ പിഴശിക്ഷ, നമ്മൾ ഫൈൻ അടക്കില്ലേ, അതൊക്കെ എന്തായിരുന്നു? IPC നിലവിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശിക്ഷാരീതികളായിരുന്നു. എന്നാൽ IPC മാറി BNS വന്നപ്പോഴത്തേക്കും പുതിയൊരു ശിക്ഷയും കൂടെ വന്നു. അതിൻ്റെ പേരാണ് സാമൂഹിക സേവനം. ഒന്നുമില്ല, നമ്മൾ ചെറിയ ചെറിയ തെറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും അനാഥാലയത്തിലോ അതുപോലെ തന്നെ ഈ ആതുര സേവാ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ കൊണ്ട് പണിക്ക് നിർത്തും കുറച്ച് ദിവസത്തേക്ക്, അത് ഒരു നല്ല വ്യക്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു മോഡേൺ ലോയെ സംബന്ധിച്ചിടത്തോളം അതൊരു അടിപൊളി ഫാക്റ്റാണ് നമ്മൾ BNSൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതൊരു ശിക്ഷ എന്നുള്ള രീതിയിലല്ല, ഒരു നല്ല വ്യക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഒരു പൊതുസേവനം നമ്മൾ എന്താക്കിയത്, പണിഷ്മെൻ്റാക്കി BNSൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് സാമൂഹിക സേവനം ഒരു പണിഷ്മെൻ്റായിട്ട് ലഭിക്കുക. സിവിയർ ക്രൈംസ് ആയിട്ടുള്ള കൊലപാതകം, അതുപോലെ തന്നെ പിടിച്ചുപറി, മോഷണം, ഇതിനൊന്നും എന്ത് ചെയ്യത്തില്ല, സാമൂഹിക സേവനമൊന്നുമല്ല, നല്ല ശിക്ഷ കിട്ടും. അപ്പോൾ ചെറിയ അതായത് തിരുത്താൻ പറ്റുന്ന സാഹചര്യം മൂലം ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾക്കൊരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, സാമൂഹിക സേവനം ഒരു ശിക്ഷയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടോ, കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റുകളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഒരു ബില്ല് പെട്ടെന്ന് ഒരു ദിവസം നിയമമാകുന്നതല്ല, അല്ലേ? അതിന് പാർലമെൻറ്റ് ആദ്യം പാസ്സാക്കണം, പിന്നെ പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിക്കണം, അല്ലേ? അപ്പോൾ നോക്കിക്കേ, BNSന് എന്നാണ് ലോക്സഭ അനുമതി കൊടുത്തത്? 20 ഡിസംബർ 2023. ഇനി രാജ്യസഭ എന്നാണ് അത് പാസ്സാക്കുന്നത്? 21 ഡിസംബർ 2023, തൊട്ടടുത്ത ദിവസം, അല്ലേ? അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിക്കുന്നത് എന്താണ്? ഡിസംബർ 25, 2023. അപ്പോൾ ഇത്രയും സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആ ബില്ല് എന്തായി? നിയമമായി. ഇനി അത് എന്ന് മുതലാണ് നിലവിൽ വരുന്നത്? 2024 ജൂലൈ 1 മുതൽ. ഇപ്പോൾ ഡേറ്റ് മറക്കരുത്. ലോക്സഭ പാസ്സാക്കിയത് 20 ഡിസംബർ 2023, രാജ്യസഭ പാസ്സാക്കിയത് 21 ഡിസംബർ 2023, പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ചത് 25 ഡിസംബർ 2023. എന്നാണ് നിലവിൽ വന്നത്? 1 ജൂലൈ 2024. ഡേറ്റുകൾ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് BNSൽ എത്ര സെക്ഷൻ ഉണ്ടെന്നാണ്. ആകെ 358 സെക്ഷനുകളാണ് BNSൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര സംഖ്യയൊന്നും കണ്ട് ഞെട്ടണ്ട, നമുക്കിതൊന്നും പഠിക്കാനില്ല. നമുക്ക് PSC നമ്മളോട് പറഞ്ഞേക്കുന്നത് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പക്ഷേ ആകെ എത്ര സെക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. 358 സെക്ഷനുകളാണ് BNSൽ ഉള്ളത്. ഓക്കെ,
അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങളാണ്. അപ്പോൾ നമ്മുടെ BNSൻ്റെ നമുക്ക് PSC തന്നിരിക്കുന്ന സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവിടെ കുറച്ച് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനുകളെ പറ്റി പഠിക്കാനാണ് അല്ലേ. എല്ലാ ഡെഫിനിഷൻസും വേണ്ട, PSC സിലബസിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തിലോട്ട് പോകാം. സെക്ഷൻ 2 Clause 3 ചൈൽഡ്. ഒരു കുട്ടി എന്താണെന്ന് നിർവചിച്ചിരിക്കുന്ന BNS സെക്ഷനാണ് ഏത്, സെക്ഷൻ 2 Clause 3 എന്ന് പറയുന്നത്. BNSലെ സെക്ഷൻ 2 Clause 3 പ്രകാരം ഒരു കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടി എന്ന് വിളിക്കാം. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. അപ്പോൾ ആരാണ് കുട്ടി എന്ന് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്, BNS ആക്ട് പ്രകാരം കുട്ടിയാണ്. അപ്പോൾ ഇത് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPCയിൽ കുട്ടിക്ക് നിർവചനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓരോ സെക്ഷനിലും കുട്ടി എന്നുള്ളതിന് പ്രായപരിധി മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകീകൃതമായിട്ടുള്ള നിർവചനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി BNS വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, 18 വയസ്സിന് താഴെയുള്ള എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്തിരിക്കുന്നു, കുട്ടി എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ പറയുന്നത് സെക്ഷൻ 2 Clause 4 ആണ്. എന്താണ് കൗണ്ടർ ഫീറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന BNS സെക്ഷനാണ് ഏത്, സെക്ഷൻ 2 Clause 4 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും, എന്താണ് ഈ കൗണ്ടർ ഫീറ്റ് എന്നുള്ളത്? ഒന്നുമില്ല, വ്യാജമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്താ, കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ ഒരു പ്രമാണിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു സ്ഥലം ആ പ്രമാണിയുടെ അല്ലെന്ന് വിചാരിക്കുക, ആ പ്രമാണി ആ സ്ഥലം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു വ്യാജരേഖ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു വില്ലേജ് ഓഫീസറോട് പറയുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു വ്യാജരേഖ, ഒറിജിനൽ പോലെ ഇരിക്കുന്ന വ്യാജരേഖ എന്ത് ചെയ്യുന്നു, നിർമ്മിക്കുന്നു. അപ്പോൾ അത് എന്താണ്, പണിഷബിൾ ആയിട്ടുള്ളൊരു ഒഫൻസാണ്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കൗണ്ടർ ഫീറ്റിൽ വരുന്ന ബാക്കി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എന്താ പറയുന്നത് നോക്കിക്കേ, ആ സാമ്യം ഉപയോഗിച്ച് ഒരാളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരിക്കുകയോ, അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ആ വില്ലേജ് ഓഫീസർ ഇപ്പോൾ വഞ്ചിച്ചിരിക്കുകയാണ്, ആരെ, ഗവൺമെൻറ്റിനെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു പ്രോപ്പർട്ടി അതിനൊരു റിയൽ ആയിട്ടുള്ള ഓണർ ഉണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്തിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്. അപ്പോൾ BNS പറയുന്ന കൗണ്ടർ ഫീറ്റിൻ്റെ രണ്ടാമത്തെ കണ്ടീഷനും ആ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ, വഞ്ചന സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയോ, അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയില്ല എന്ന്, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു, അപ്പോൾ അത് നമുക്ക് നിയമപ്രകാരം തെറ്റാണെന്ന് അറിയില്ല എന്ന് പറയാനുള്ള വോയിസ് നമുക്ക് ഇല്ല. ഓക്കെ, അതിനൊരു ലീഗൽ ടേമും കൂടെ പറയുന്നുണ്ട്, ഇഗ്നോറൻഷ്യ ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസ്ഡ്. അതായത് 18 വയസ്സ് കഴിഞ്ഞ ഒരു ഇന്ത്യൻ പൗരനും നിയമം അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ BNS സെക്ഷൻ 2 Clause 4 പ്രകാരം 3 കണ്ടീഷൻസാണ് എവിടെ വരുന്നത്, കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യാജമായിട്ട് നിർമ്മിക്കുന്ന ആളൊരു ഹെഡിൽ വരുന്നത്, അല്ലേ. ഒന്നെന്തൊക്കെയാണ്, ഒരു വസ്തുവിനോട് സാമ്യമുള്ള മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യുക. 2, അത് വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3, ആ വഞ്ചന സംഭവിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കോടതി ചെല്ലുമ്പോഴത്തേക്കും അതിന് നിലനിൽക്കാൻ വേണ്ട സപ്പോർട്ട് ഉണ്ടാവണം. ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ കോടതിയിൽ എന്ത് ചെയ്യത്തില്ല, കേസ് നിൽക്കത്തില്ല. നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നിയെങ്കിലും കോടതി ചെല്ലുമ്പോൾ എന്തായിരിക്കണം, ആ ഒരു എവിഡൻസ് എല്ലാം സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി പോവുക. അപ്പോൾ നേരത്തെ പോലെ വാട്ട് ഈസ് എന്നുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരുപാട് പ്രതീക്ഷിക്കേണ്ട. അതും ചോദിക്കും, പക്ഷേ നമ്മൾ റാങ്ക് മേക്കിംഗ് പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും അത് കൺസെപ്റ്റും കൂടെ കുറച്ച് മനസ്സിലാക്കി പഠിച്ചു പോവാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 2 Clause 8 ആണ്. അപ്പോൾ ഡോക്യുമെൻറ്റുകൾ അഥവാ രേഖകളെ പറ്റി പറയുന്ന BNS സെക്ഷനാണ് സെക്ഷൻ 2 Clause 8 എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡോക്യുമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു കേസ് സംബന്ധമായിട്ട് തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് തന്നെയായാലും, അല്ലേ, അതിപ്പോൾ ഒരു വിവരമോ അല്ലെങ്കിൽ ഒരു കാര്യമോ രേഖപ്പെടുത്തിയിട്ടുള്ള എന്ത് വസ്തുവായാലും നമുക്കതിനെ ഡോക്യുമെൻ്റായിട്ട് സ്വീകരിക്കാം. അപ്പോൾ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എങ്ങനെയൊക്കെ വരാം, അക്ഷരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അടയാളങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവയിൽ ഒന്നിലധികം ഉപയോഗിച്ച് നിർമ്മിച്ച ഏതെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം, ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റിന് എക്സാമ്പിളായിട്ട് വരാം നോക്കിക്കേ. ഒന്നാമതായിട്ട് കരാർ വരാം,
അഥവാ എഗ്രിമെൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ രസീതാകാം, ചിലപ്പോൾ ബാങ്ക് ചെക്ക് ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഒരു രേഖ, പ്രമാണങ്ങളൊക്കെ അല്ലേ, അതുപോലത്തെ വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് രേഖകളായിരിക്കാം. അപ്പോൾ നമുക്കറിയാം BNS വന്നപ്പോഴത്തേക്കും ഇലക്ട്രോണിക് രേഖകൾക്ക് കുറച്ചുകൂടി എന്ത് കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. IPCയിൽ ഇലക്ട്രോണിക് രേഖകൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. കാര്യം അത് 1860 വന്നൊരു നിയമമാണ് അല്ലേ. ആ ഒരു സമയത്ത് ഇലക്ട്രോണിക് രേഖകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷനാണ് സെക്ഷൻ 2 ക്ലോസ് 13. ഓക്കെ, അപ്പോൾ BNS സെക്ഷൻ 2 ക്ലോസ് 13 പറയുന്നത് ഹാർബറിനെ കുറിച്ചാണ്. എന്താണ് ഈ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു കുറ്റവാളിയെ അവന് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തെറ്റിനെ പറയുന്ന പേരാണ് ഹാർബർ എന്ന് പറയും. ഓക്കെ, നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ഒരു കുറ്റവാളിയെ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ അല്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ സഹായിക്കുന്നതിനായിട്ട് താഴെ പറയുന്ന സാഹചര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിനെ എന്തെന്ന് പറയും, ഹാർബർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻറ്റൻഷനലി ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാതെ പറ്റുന്നതായിരിക്കാം, പക്ഷേ എന്നാൽ പോലും നിയമത്തിൻ്റെ മുന്നിൽ അതെന്താണ്, ഒരു തെറ്റാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 13 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഹാർബർ അഥവാ ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതൊരു ഹാർബറിൻ്റെ ഹെഡിൽ വരുന്നത് നോക്കിക്കേ. ഒരു കുറ്റവാളിക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുക, രണ്ടാമതായിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കുക, മൂന്നാമതായിട്ട് പാനീയം അതായത് കുടിക്കാൻ വെള്ളം കൊടുക്കുക. കണ്ടോ, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് പോലും എന്താണ്, നിയമത്തിൻ്റെ മുന്നിൽ തെറ്റാണ്. ഇത് സാധാരണ മനുഷ്യർക്കല്ല, ഒരു കുറ്റവാളിക്ക്. അതുപോലെ തന്നെ എന്താ, പണം നൽകുക, എന്താ ഇടാൻ വസ്ത്രം കൊടുക്കുക, ആയുധങ്ങൾ കൈമാറുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊഴികെ നിങ്ങൾ വേറെ എന്തെങ്കിലും സഹായം ചെയ്താലും അതും ഈ ഒരു സെക്ഷൻ പ്രകാരം എന്താകാൻ വേണ്ടിയിട്ടാണ്, കുറ്റമാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേതെങ്കിലും രീതി എന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തെ ഇമോഷണലായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. കോടതിയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ലീഗൽ സൈഡ് മാത്രമേ നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കുറ്റവാളിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ 2 ക്ലോസ് 13 പ്രകാരം നിങ്ങൾ എന്തായി, കുറ്റവാളിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന BNS സെക്ഷനാണ് സെക്ഷൻ 2 ക്ലോസ് 14. ഇഞ്ചുറിയുടെ ഡെഫിനിഷനാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 2 ക്ലോസ് 14 പറയുന്നത്. അപ്പോൾ ഇഞ്ചുറി അഥവാ പരിക്കെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ശരീരത്തിന് ഏൽക്കുന്ന അക്രമങ്ങളാണ് അല്ലേ. എന്നാൽ ഇവിടെ പറയുന്നത് ശരീരത്തിന് മാത്രമല്ല, 4 തരത്തിൽ നമുക്ക് ഇഞ്ചുറി സംഭവിക്കാം. 1 നമ്മുടെ ശരീരത്തിന് അഥവാ ബോഡിക്ക്, 2 മൈൻഡ് അഥവാ മനസ്സിന്, 3 നമ്മുടെ റെപ്യൂട്ടേഷൻ അഥവാ നമ്മുടെ സൽപ്പേരിന്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി അഥവാ സ്വത്തിന്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ശരീരത്തിന് എങ്ങനെയാണോ നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ശാരീരികമായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ, കുത്തുകയോ വെട്ടുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് എന്ത്, ശരീരത്തിനേക്കുന്ന ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി നമ്മളെ എന്തെങ്കിലും ചീത്ത വിളിക്കാലോ നേരിട്ട് വന്ന് അല്ലേ, അവിടെ എന്താണ്, ശാരീരികമായിട്ട് ഉപദ്രവമില്ല. അപ്പോൾ നമുക്കൊരു ആൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ചീത്ത വിളിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്, മാനസികമായിട്ട് ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇനി എന്താണ്, റെപ്യൂട്ടേഷനെ ബാധിക്കുക, നമ്മളെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കുത്തിയിരുന്ന് PSC പഠിക്കുമ്പോഴത്തേക്കും പറയും അവന് വേറെ പണിയൊന്നുമില്ല, അവൻ വീട്ടിൽ ഇരുന്ന് എന്താണ്, സിഗരറ്റും വലിച്ച് വെള്ളം ഒഴിച്ചൊക്കെ ഇരിപ്പാണ്, മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങത്തില്ല, ഒരു വല്ലാത്ത തീർക്കാനാന്നൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, BNS സെക്ഷൻ 2 ക്ലോസ് 14 പ്രകാരം നമ്മുടെ സൽപ്പേരിന് ഇഞ്ചുറി സംഭവിച്ചു എന്നും പറഞ്ഞ് എന്തും കൊടുക്കാം, കേസും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷന് ഇഞ്ചുറി പറ്റിയാലും അതെന്താണ്, സെക്ഷൻ 2 ക്ലോസ് 14 പ്രകാരം എന്തിൽ വരുന്നുണ്ട്, ഇഞ്ചുറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്നുണ്ട്. അടുത്തത് പ്രോപ്പർട്ടിക്ക് വരുന്ന ഇഞ്ചുറി അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടിക്ക് എങ്ങനെ വരുന്നത്, എടാ നമ്മളൊരു കട നടത്തുകയാണ് അല്ലേ, നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഒരു കടയാണ്. ആ കട വന്നൊരുത്തൻ തല്ലിപ്പൊളിച്ചിട്ട് പോയി ഒരു കാര്യമില്ലാതെ, അപ്പോൾ കടയ്ക്ക് എന്ത് സംഭവിച്ചു, ഇഞ്ചുറി സംഭവിച്ചു. അപ്പോൾ ഇഞ്ചുറി എന്നുള്ള ഹെഡിൽ എന്തൊക്കെ വരുന്നുണ്ട്, ശരീരത്തിനുള്ള ഇഞ്ചുറി ഉണ്ട്, മനസ്സിനുള്ള ഇഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൽപ്പേരിനുള്ള ഇഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വത്തിന് സംഭവിക്കുന്ന ഇഞ്ചുറി ഉണ്ട്. അപ്പം ജസ്റ്റ് സെക്ഷൻ 2 ക്ലോസ് 14 ഇഞ്ചുറി എന്ന് പഠിച്ചു പോകാതെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇഞ്ചുറി സംഭവിക്കാം, അല്ലെങ്കിൽ എത്ര തരത്തിൽ ഇഞ്ചുറി ഉണ്ടെന്നും കൂടെ പഠിച്ചു പോവുക. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന BNS സെക്ഷനാണ് സെക്ഷൻ 2 ക്ലോസ് 28. പബ്ലിക് സെർവൻറ്റ് അഥവാ പൊതുസേവകരെ പറ്റി പറയുന്ന BNS സെക്ഷനാണ് ഏത്, BNS 2 ക്ലോസ് 28 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് പബ്ലിക് സെർവൻറ്റ് അഥവാ പൊതുസേവകർ എന്നുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് 2 ക്ലോസ് 28 കിട്ടുന്നുണ്ട് അല്ലേ. PSC പഠിക്കുന്ന ഒരാളോടും എന്താണ് പബ്ലിക് സെർവൻ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ പബ്ലിക് സെർവൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് പഠിത്തം മുഴുവൻ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആരൊക്കെ പബ്ലിക് സെർവൻറ്റിൽ വരും, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം എവിടെ വരുന്നുണ്ട്, പബ്ലിക് സെർവൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോലി എന്താടാ, നമ്മുടെ രാജ്യത്തെ പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല പബ്ലിക് സെർവൻ്റ് ആവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്തത് ഡെഫിനിഷനുകൾ എന്ന ഹെഡിൽ വരുന്ന ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 3 ക്ലോസ് 5. എന്താ പറയുന്നത്, പല വ്യക്തികൾ ചേർന്നിട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്രൈം ചെയ്യുകയാണ്.
ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലെ ഓരോ ആൾക്കാരെയും ആ ക്രൈം ചെയ്തതായിട്ട് തന്നെ പരിഗണിക്കും. അതായത് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ 3 പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഒരു കൊലപാതകം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ 3 പേർക്കും എന്തുണ്ട്, അതിൽ തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അവർക്ക് ജോയിൻ്റ് ലയബിലിറ്റിയാണ് വരുന്നത്. ഇനി ഒരു കണ്ടീഷനുണ്ട്, ആ 3 പേർക്കും കൊല്ലണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ അതിലൊരുത്തം പാവം പിടിച്ച് നിരപരാധിയായിരിക്കും, അവൻ അറിയില്ലായിരിക്കും വേറൊരുത്തനെ തല്ലിക്കൊല്ലാനാണ് പോകുന്നതെന്ന്, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ എന്താണ്, അവൻ ആ ഒരു ഇൻറ്റൻഷൻ ഇല്ല, അവൻ ആക്സിഡൻ്റലി അവിടെ എത്തപ്പെട്ടതായിരിക്കാം. അപ്പോൾ അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു ഹെഡിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അവൻ നിരപരാധിയാണ്. പക്ഷേ അവനത് കോടതിയിൽ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ അവനും എന്ത് വരും, ജോയിൻ്റ് ലയബിലിറ്റി വരും. അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 5 പറയുന്നത് എന്താണ്, ഒരു കൂട്ടം ആൾക്കാർ ഒരേ ഇൻറ്റൻഷനോടെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് അഥവാ ഓരോരുത്തരായിട്ട് ചെയ്തതായിട്ട് തന്നെ കണക്കാക്കപ്പെടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ BNSലെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി നന്നായിട്ട് പഠിച്ചു പോവുക. ഓരോ സെക്ഷൻസും ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം, നിങ്ങളുടെ മനസ്സിലോട്ടത് കയറ്റണം. ഇനി അത് രണ്ടാമത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവരുത്, ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കി പോവുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ കമൻ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.